ദൈവതിരുനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം, മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 47 to 58. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞുകളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യനാകുന്നു എന്ന് പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ മത്തായി എഴുതിയ സുവിശേഷത്തിലെ ഉപമകളെ കുറിച്ച് ഒരു മുഖവുര പറയുവാൻ തക്കവണ്ണം ഇടയായല്ലോ. എന്തുകൊണ്ട് കർത്താവ് ഉപമകളായിട്ട് സംസാരിച്ചു? തുടർന്ന് അതിൻ്റെ ഒന്നാമത്തെ ഉപമ വിതയ്ക്കുവാൻ പുറപ്പെട്ടവൻ്റെ ഉപമ, വിതയ്ക്കുന്നവൻ്റെ ഉപമ. അതിൽ നിന്നും ഏതാണ്ട് 3 ചിന്തകളായിട്ട് 3 ദിവസങ്ങളിലായിട്ട് പല ചിന്തകൾ നമുക്ക് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. മത്തായി സുവിശേഷത്തിൽ 7 ഉപമകളാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 7 ഉപമകളാണ്. അതിലൊന്നാമത്തത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 7 സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതാണ്. അത് കഴിഞ്ഞ് ചില ഉപമകൾ കൂടെ ഉണ്ട്. അതായത് നല്ല വിത്തും കളയും എന്ന ഒരു ഉപമ. തുടർന്ന് കടുകുമണിയെക്കുറിച്ചൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. 3 പറ മാവിൽ അടക്കി വെച്ച പുളിച്ച മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വയലിലെ നിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 6 ഉപമകൾക്ക് ശേഷം അവസാനമായിട്ട് കാണപ്പെടുന്ന ഉപമയാണ് ഈ സകല മത്സ്യവും ഉൾക്കൊള്ളുന്ന വല. സകല മത്സ്യവും ഉൾക്കൊള്ളുന്ന വല. ഇതും സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയ ഉപമ തന്നെയാണ്. ഇതിനു മുമ്പുള്ള ഉപമകളും നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു മണിക്കൂറോ ഒന്നും മതിയാകുന്നില്ല ഞാൻ അത് പ്രിപ്പയർ ചെയ്ത് എടുത്തപ്പോൾ. അതുകൊണ്ട് മറ്റൊരവസരം ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചില ക്ലാസ്സുകളിലായിട്ട് ആ ഉപമകളെക്കുറിച്ച് ഓരോന്ന് ചിന്തിപ്പാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ചിന്തിപ്പാനായിട്ട് കഴിയും. അവസാനത്തെ ഉപമ, ഇത് പല ക്ലാസ്സുകളിലും അല്ലെങ്കിൽ പല ശുശ്രൂഷകളിലും നാം ശ്രവിച്ചിട്ടുള്ളതാണ്. സകല മത്സ്യവും ഉൾക്കൊള്ളുന്ന വല, അല്ലെങ്കിൽ വലിയ വലയും മീൻകൂട്ടവും എന്നൊക്കെ അതിന് നമുക്ക് ഹെഡിങ് കൊടുക്കുവാനായിട്ട് കഴിയും. സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഉപമകളിൽ ആ അധ്യായത്തിലുള്ള അവസാനത്തെ ഉപമയാണ്. ഈ അവസാനത്തെ 3 ഉപമകൾ കർത്താവ് കടൽപ്പുറത്തു നിന്നും ഭവനത്തിൽ വന്നതിന് ശേഷമാണ് ശിഷ്യന്മാരോട് പറയുന്നത്. അത് വീട്ടിൽ വന്നതിന് ശേഷം എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അവസാനത്തെ 3 ഉപമകൾ, അതായത് വയലിൽ ഒളിച്ചു വച്ച നിധി, നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി, ഈ വായിച്ചു കേട്ട സകല മത്സ്യവും ഉൾക്കൊള്ളുന്ന വല. ഈ 3 ഉപമകൾ വീട്ടിൽ വച്ച് കർത്താവ് ആരുടെ വീട്ടിൽ? മിക്കവാറും പത്രോസിൻ്റെ വീട്ടിലാകാൻ സാധ്യതയുണ്ട്, കഫർന്നഹൂം ആയതുകൊണ്ട്. അവിടെ വന്നതിന് ശേഷം പറഞ്ഞ ഉപമകളായിട്ടാണ്
ഇത് ഇരിക്കുന്നത്. ഈ ഉപമയുടെ പശ്ചാത്തലം ശിഷ്യന്മാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും, ശിമോൻ അല്ലെങ്കിൽ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവർ മീൻ പിടിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉപമ പറയുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് അത് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഇവരെ സംബന്ധിച്ച് ഇവരെ വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് പത്രോസിനെ വിളിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ അത് പറഞ്ഞ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഈ വലയുടെ ഉപമ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അതെന്താണെന്ന് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയും. ഈ ഉപമയുടെ വിശദീകരണം അല്പമായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 49-ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ടുകളയും. അവിടെ കല്ലും കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അങ്ങനെ ഒരു അല്പമായ വിവരണവും ഈ ഉപമയെ സംബന്ധിച്ച് കർത്താവ് നൽകുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചിന്തിപ്പാനാണ് ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. വലയുണ്ടെങ്കിൽ വല വീശുന്നവരും ഉണ്ടാകും. അതിനെ വലിച്ച് കയറ്റുന്ന ഒരു രംഗമുണ്ട്. ആ വല കടലിൽ നിന്നും വലിച്ച് കയറ്റുന്ന രംഗം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നേതൃത്വം ലോകാവസാനത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ വലിച്ചു കയറ്റിയതിന് ശേഷം ആ മീനുകൾ എല്ലാം ശേഖരിക്കുന്ന ഒരു ജോലിയുണ്ട്. ശേഖരിക്കുമ്പോൾ അതിൽ കൊള്ളാകുന്നത് മാത്രം എടുക്കുകയും മറ്റതിനെ എറിഞ്ഞു കളയുന്ന ഒരു രംഗവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യവച്ഛേദിച്ച് ചിന്തിക്കേണ്ടത് ആണ്. സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അത് ചിന്തിപ്പാൻ തക്കവണ്ണം കഴിയും. വല എന്ന് പറയുന്നത് സകല മത്സ്യവും ഉൾക്കൊള്ളുന്ന വല. ഇത് എന്തിനെയാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ് സകല മത്സ്യവും ഉൾക്കൊള്ളുന്ന വല. ഇത് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ വ്യാപനത്തെയും സുവിശേഷത്താൽ ഉള്ള ന്യായവിധിയെയും കാണിക്കുന്നു. ഈ വലയും വലയിൽ വലിച്ച് കയറ്റുന്ന കാര്യം. ഈ കാലയളവിൽ ഈ വലയെക്കുറിച്ച് പറയുമ്പോൾ ഫിഷ് പിടിക്കുന്ന ആ നെറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പലതരത്തിലുള്ള മീൻപിടുത്തങ്ങൾ ഈ കാലയളവിലുമുണ്ട്, അന്നും നിലവിലിരുന്നു. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരു സംവിധാനമുണ്ട്, അല്ലേ? അത് ഒരു മീൻ അല്ലെങ്കിൽ ഒരു ചൂണ്ടയിൽ തന്നെ പല കൊളുത്തുകളിട്ട് ഈ കടലിലൊക്കെ മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. വിശേഷിച്ച് ഈ വലിയ തുറ ആ പാലത്തിൻ്റെ ഭാഗത്തൊക്കെ ചെന്നാൽ അങ്ങനെ മീൻ പിടിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊരു രീതി, ചെറിയ ജലാശയത്തിൽ വല വീശി പിടിക്കുന്ന ഒരു രംഗം, ഒരു തരത്തിലുള്ള വലയുണ്ട്. അങ്ങനെ മീൻ പിടിക്കുന്നതുമുണ്ട്. മത്തായി സുവിശേഷം 4:18 ശിമോനും അന്ത്രയോസും ഗലീല കടൽ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക തരത്തിലുള്ള ജലതടാകമാണ്. അവിടെ വല വീശുന്ന ഒരു മീൻപിടുത്ത രീതി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ മൂന്നാമത് ഒരു തരത്തിലുള്ള വലവീശൽ എന്ന് പറയുന്നത് ഒന്നിലധികം പേർ ചേർന്ന് വീശുകയും രണ്ടറ്റങ്ങൾ ചേർത്ത് വലിച്ചടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വലയുണ്ട്. അതിനെ ഡ്രാഗ് നെറ്റ് എന്ന് പറയാം. ഡ്രാഗ് നെറ്റ്. ഇത്തരത്തിലുള്ള മീൻപിടുത്തത്തെക്കുറിച്ചും പലവിധമായ പരാമർശങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. ഈ വല എന്ന് പറയുന്നത് ഇവിടെ സകല മീനും ഉൾക്കൊള്ളുന്ന വല. ഇതിൽ ഏത് വലയാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ വലയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരത്തും വൃത്താകൃതിയിലും വീശുന്നത് കൊണ്ട് സകല മത്സ്യങ്ങളും ഇതിൽ അകപ്പെടും. അതിൽ നല്ലതും കാണും, തീയതും കാണും. എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യം അല്ലാത്തതും കാണും. ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്നുള്ളതാണ്. സുവിശേഷ വേല എന്ന് പറയുന്നത്
ആളാമ്പ്രതി ചെയ്യുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ്. കൂട്ടായും നിർവഹിപ്പാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റയ്ക്കും ബലവീശാം, കൂട്ടായിട്ടും ബലവീശാം. എന്നാൽ ഈ വലവീശൽ, മീൻപിടുത്തം എന്ന് പറയുന്നത് ഒരു ഈസിയായ തൊഴിലല്ല, ഒരു ഈസിയായ ജോലിയല്ല. വളരെ ക്ഷമയും വളരെ അധ്വാനവും ഒക്കെ ആവശ്യമായ ഒരു തൊഴിലാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കടലിലെ മത്സ്യബന്ധനം വളരെ ശ്രമകരമായ ഒന്ന് തന്നെയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിലൂടെ ഈയും അല്ലാതെയുമൊക്കെ ഇന്ന് ഈ സുവിശേഷം ആകുന്ന വല ലോകത്തിൽ എമ്പാടും വീശിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലവീശൽ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള, ഞാൻ ആദ്യത്തെ പ്രാരംഭമായിട്ട് ഈ ഉപമകളെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്നല്ല, രണ്ടും രണ്ടർത്ഥത്തിലാണ് ബൈബിളിൽ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ സ്വർഗരാജ്യം എന്നുള്ളതിന് ദൈവരാജ്യമെന്നും പറയുന്നുണ്ടെങ്കിലും രണ്ടും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പദങ്ങളായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത് സുവിശേഷം എന്ന് പറയുന്നത് എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക്, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവർത്തനമാണ്. യെശയ്യാപ്രവചനം 55-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം, നമുക്കത് സുവിശേഷമായിട്ട് എടുക്കാം, യേശു ക്രിസ്തു എന്ന സുവിശേഷം. എൻ്റെ വചനം ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, സംസാര സാഗരത്തിൽ വളരെ ലക്ഷ്യം ഇല്ലാതെ നീന്തി വലയുന്ന മത്സ്യങ്ങളാകുന്ന ജനത, അവരെ ഉദ്ധരിച്ച് സൗഭാഗ്യത്തിലേക്കും നിത്യജീവൻ്റെ അവകാശത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളെയും കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം. ഈ ലോകത്തെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വെള്ളം എന്ന് പറയുന്നത് പുരുഷാരത്തെ, വംശങ്ങളെ, ജാതികളെ, ഭാഷകളെ വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെയുള്ള വാക്യം വെള്ളത്തെ ഈ ലോകത്തിനോട്, സംസാര സാഗരത്തിനോട് ഉപമിച്ചുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ, ഈ ലോകമാകുന്ന സമുദ്രത്തിൽ ജീവിക്കുന്ന മാനവരാശിയെ രക്ഷിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിലൂടെ ഓരോരുത്തരും ചെയ്യേണ്ട കർത്തവ്യം. ഈ സുവിശേഷം എന്ന വല യാതൊരു വിവേചനവും കൂടാതെ എല്ലായിടത്തും എല്ലാവരിലും എത്തിക്കുവാനുള്ള ദൗത്യം അല്ലെങ്കിൽ കടമ ഓരോരുത്തർക്കുമുണ്ട്. അതിൽ യാതൊരു പ്രത്യേകതകളും ഒരു വൈജാത്യങ്ങളും നമ്മൾ വയ്ക്കുവാനായിട്ട് പാടില്ല. യഹൂദനെന്നില്ല, യവനനെന്നില്ല, ശമര്യനെന്നില്ല, ജാതി വ്യത്യാസം പാടില്ല, വർണ്ണവ്യത്യാസമില്ല, പണ്ഡിതൻ എന്നില്ല, പാമരൻ എന്നില്ല. ഒരുപോലെ എല്ലാവർക്കും ആവശ്യമാണ് ഈ സുവിശേഷം. സമ്പന്നർക്കും ദരിദ്രർക്കും ഒരുപോലെ ആവശ്യമാണ് ആത്മരക്ഷ. അതുകൊണ്ട് ഈ സുവിശേഷം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് ഈ ലോകത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വലയ്ക്കുള്ളിൽ സുവിശേഷം ശരിയായിട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരും അതേസമയം തന്നെ ശരിയായ തരത്തിൽ സ്വീകരിക്കാത്തവരും ഇതിൽ ഉണ്ടാകും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി.
സ്വർഗരാജ്യം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന ആത്മീയ ലോകമാണ്. ഈ ആത്മീയ ലോകത്തിൽ ഈ സുവിശേഷത്തിൻ്റെ ആകുന്ന വലയിൽ പെട്ട് പലതരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ശരിയായി പാപബോധമുണ്ടായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരുമുണ്ട്. അതേസമയം തന്നെ അത്തരത്തിൽ ശരിയായ തരത്തിൽ രക്ഷിക്കപ്പെടാത്തവരും ഈ വലയ്ക്കുള്ളിൽ പെട്ട് വരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഈ ഉപമയിലൂടെ വിളിച്ചു പറയുകയാണ്. ഇതിൻ്റെ കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ ഉപമയാണ് നല്ല വിത്തും കളയും. അത് മത്തായി സുവിശേഷ ഈ അധ്യായത്തിൽ തന്നെ 13-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടെ ഈ നല്ല വിത്ത് വിതച്ചു എന്ന് പറഞ്ഞിട്ട് ഉടയവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സാത്താൻ വന്ന് അതിൻ്റെ ഇടയിൽ കളകൾ വിതച്ചു. അപ്പോൾ ഈ കള ഇങ്ങനെ വളർന്നു വന്നത് വിതച്ചപ്പോൾ അറിഞ്ഞില്ല, വളർന്നു വരുമ്പോഴും അറിഞ്ഞില്ല. എന്നാൽ അതിൻ്റെ ഫലം ഏതാണ്ട് വന്നു തുടങ്ങിയപ്പോഴാണ് ആ തോട്ടത്തിൻ്റെ ഉടയവൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അതിലെ പണിക്കാർ മനസ്സിലാക്കിയത്, ഇതിൽ കളകളുമുണ്ട്. നല്ല വിത്ത് മാത്രമല്ല മുളച്ചു വന്നിരിക്കുന്നത്, കളകളുമുണ്ട് എന്ന് മനസ്സിലാക്കി. ആ ജോലിക്കാർ ആ ഉടമസ്ഥനോട് ചെന്ന് ചോദിച്ചു, നമ്മൾ വിതച്ചത് നല്ല വിത്താണ്, പക്ഷെ അതിൽ കളകളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്, അപ്പോൾ അതിനെ പറിച്ച് കളയട്ടെ എന്ന് ആ ജോലിക്കാർ ആ ഉടമസ്ഥനോട് ചോദിക്കുമ്പോൾ ഉടമസ്ഥൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആ ഉപമയിൽ കാണുവാനായിട്ട് കഴിയും. വേണ്ട, നിങ്ങളതിപ്പോൾ പറിച്ച് കളയണ്ട. നിങ്ങൾ പറിച്ചു കളഞ്ഞാൽ അതിൽ ചിലപ്പോൾ നല്ലതും കൂടെ അതിൽ പെട്ടുപോകും. അല്ല, നിങ്ങൾ പറിക്കുന്നത് കളകൾ അല്ലാത്തതിനെ പറിക്കുമെന്ന് മാത്രമല്ല, ചില കളകൾ പറിക്കുവാനും നിങ്ങൾക്ക് കഴിയില്ല, തിരിച്ചറിയുവാനും കഴിയില്ല. അതുകൊണ്ട് അത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്ത് വരുമ്പോൾ അതിനെ ഒരുമിച്ച് കൊയ്തതിന് ശേഷം നല്ലതൊക്കെയും കളപ്പുരയിൽ കൂട്ടിവെക്കുകയും കളകളെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യാം എന്ന് ആ ഉപമയിൽ പറയുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ സകല മത്സ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന വല എന്നുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നും സുവിശേഷത്താൽ ആകർഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ശരിയായി മാനസാന്തരവും പശ്ചാത്താപവും കൂടാതെ കടന്നു വരുന്ന അങ്ങനെയുള്ള ആൾക്കാർ കൂട്ടത്തിൽ ഉണ്ടാകും. അവരെ നമുക്ക് ശരിക്കും തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. ഇത് വിശ്വാസികളായ നാം ശരിയായി രക്ഷിക്കപ്പെട്ട് ഒരുമിച്ച് സഭാബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന നാം പ്രത്യേകം ഉൾക്കൊള്ളേണ്ട വസ്തുതയാണ്. യൂദയുടെ ലേഖനം ഞാൻ ഇവിടെ പരമ്പരകളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരമ്പരയിൽ പ്രധാനമായിട്ടും യൂദ വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വിശ്വാസത്യാഗികളെ തിരിച്ചറിയണം, ദുരുപദേഷ്ടാക്കളെ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ ശരിയായി അവരോട് പോരാടി യഥാർത്ഥത്തിലുള്ള വചനം വിതയ്ക്കുവാനും ശരിയായി സുവിശേഷം അവരിലേക്ക് എത്തിക്കുവാനുമായിട്ട് കഴിയുകയുള്ളൂ. അവരെ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് അത് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വചനഭാഗത്തിൽ നാം കാണുന്നുണ്ടല്ലോ, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ. അത്തരത്തിൽപ്പെട്ടവർ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് കടന്നു വരുന്ന വിഭാഗത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഈ വലയ്ക്കകത്ത് ഉൾപ്പെട്ട് കിടക്കുന്ന മത്സ്യങ്ങളിൽ ആകാത്ത മത്സ്യങ്ങളുള്ളതുപോലെ അത്തരത്തിലുള്ളവരും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സജി സോരൻ വളരെ ചെറുപ്പത്തിൽ വല വീശുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ചെറിയ തടാകങ്ങളിലും ആറുകളിൽ ഈ ഓടകൾ അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ വല വീശി പിടിക്കാറുണ്ട് അല്ലേ? പലതരത്തിലുള്ള വലകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഈ കേരളത്തിലെ കായലുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ കായലുകൾ, ആറുകൾ, തോടുകൾ, ഇതിലൊക്കെ വല വീശുമ്പോൾ പിടിച്ചുള്ളവർക്ക്, ഞാൻ അങ്ങനെ പിടിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടലിട്ട് മീൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കുളങ്ങളിൽ അണ കെട്ടി നിർത്തിയിട്ട് ഒരു വശത്തുള്ള വെള്ളം ഇപ്പുറത്തോട്ട് കോരി ഒഴിച്ചിട്ട് യുറ്റാലുക്ക ഇട്ട് തപ്പി അതിലുള്ള വിരാലിനെയൊക്കെ കൈയിട്ട് പിടിച്ചെടുക്കാറുണ്ട്. നല്ല കടിയും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട്. മറ്റേ കാരി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്,
അത് കൊട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാനും ജെയ്സനും ഒക്കെ ചേർന്ന് അങ്ങനെ നമ്മുടെ താഴെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അണ കെട്ടുന്ന ഒരു വലിയ ശ്രമമാണ്. രണ്ടായിട്ട് തിരിച്ച് അണകെട്ടുക എന്ന് പറഞ്ഞാൽ പല സാധനങ്ങൾ വാഴത്തണ്ടകളും അതും ഇതൊക്കെ കൊണ്ടിട്ട് രണ്ടായിട്ട് തന്നെ തിരിച്ച് കെട്ടി നിർത്തിയതിന് ശേഷം ഒരു ഭാഗത്തുള്ള വെള്ളം കോരി മറ്റൊരു ഭാഗത്തേക്ക് ഒഴിക്കും. അങ്ങനെ അത് വറ്റി അതിൻ്റെ ചെളിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ മീനുകൾ കിടന്നിങ്ങനെ പിടയ്ക്കുമ്പോൾ ഉറ്റാലോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഒക്കെ അതിനെ പിടിച്ച് എടുത്ത് നമ്മൾ കൊണ്ടുപോയി ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അല്ലാതെ വലവീശി ഞാൻ മീൻ പിടിച്ചിട്ടില്ല. സജിസോറിനും റോയ്സോറിനും അറിയാമെന്നാണ് ആ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഈ വലവീശി മീൻ പിടിക്കുമ്പോൾ ആറുകളിലും തോടുകളിലും തടാകങ്ങളിലുമൊക്കെ വലവീശി മീൻ പിടിക്കുമ്പോൾ അതിൽ നമുക്ക് വാള കിട്ടും, തൂളി കിട്ടും, അല്ലേ? വാള കിട്ടും, തൂളി കിട്ടും, വരാല് കിട്ടും. മാത്രമല്ല ചില കട്ടുള്ള കറ്റകൾ അതിൽ വരും. ഞാൻ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. കട്ടുള്ള കറ്റകൾ എന്ന് പറഞ്ഞാൽ അതും ജീവികൾ, മത്സ്യത്തിന് തുല്യം തന്നെയാണ്. അതുപോലെ വിഷക്കൊമ്പുള്ള കാരിയും അതുപോലെ കീരിയും ഒക്കെ അതിൽ വരും. അതുപോലെ വാൾക്കൊമ്പുള്ള, വാളുപോലെയുള്ള കൊമ്പുള്ള അരകൻ, പിന്നെ നീർക്കോലി, അതുപോലെ തന്നെ പാമ്പിൻ്റെ തലയും മത്സ്യത്തിൻ്റെ വാലുമായിട്ടുള്ള ഒരു മീനുണ്ട്. പാമ്പിൻ്റെ തലയും മത്സ്യത്തിൻ്റെ വാല് പോലെയുള്ള വാലുമുള്ള മീനുമുണ്ട്. അതൊക്കെ അതിൽപ്പെടും. എന്നാൽ അതൊന്നും നമുക്ക് ആ ചില മത്സ്യങ്ങളെ കണ്ടാൽ മത്സ്യമായിട്ട് തോന്നുമെങ്കിലും അത് മത്സ്യമല്ല. നീർക്കോലി മത്സ്യമാണോ? അല്ല. അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, കപടമായ മത്സ്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് നാം ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ ലോകമാകുന്ന ഈ സാഗരത്തിൽ ഇങ്ങനെ വല വീശിയിരിക്കുകയാണ്. ഈ വലയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള എല്ലാം ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് സ്വീകരിച്ചവരുണ്ട്, തിരസ്കരിച്ചവരും ഉണ്ട്. 1 കൊരിന്ത്യർ 1:18 നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. മോക്ഷത്വത്തിലേക്ക് പോകുന്നവരുമുണ്ട്, ദൈവശക്തി പ്രാപിച്ചവരുമുണ്ട്. അതുകൊണ്ട് തന്നെ നാം സുവിശേഷം അറിയിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ സുവിശേഷം എല്ലാവരും അറിയിക്കുന്നു എന്നുള്ള ഒരു ധാരണയോടുകൂടെയാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ളവരൊന്നും സുവിശേഷം അറിയിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുക എന്നുള്ളത്. ഈ നാളുകളിൽ അത് വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ശോചനീയമാണ്. നമ്മുടെ ഇവിടെ കേട്ടോ, മറ്റു പല ഭാഗങ്ങളിലും വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഈ ഭാഗങ്ങളിൽ അത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് സത്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ സുവിശേഷമാകുന്ന വല വീശുമ്പോൾ എത്ര പേർ രക്ഷിക്കപ്പെടും എന്നുള്ള ആകുല ചിന്ത നമുക്ക് വേണ്ട. സുവിശേഷം അറിയിക്കുന്നവർക്ക് അയ്യോ, ഞാനിന്ന് സുവിശേഷം അറിയിക്കുവാനായിട്ട് പോയിട്ട് ആരും കർത്താവിനെ സ്വീകരിച്ചില്ലല്ലോ, ആരും മുന്നോട്ട് വന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയെ നമുക്ക് വേണ്ട. കർത്താവിൻ്റെ ശിഷ്യന്മാർ മീൻ പിടിക്കുന്നവരായിരുന്നല്ലോ. ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെ മീൻ പിടിച്ചപ്പോൾ കർത്താവിൻ്റെ അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ല എന്താ പിടിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. വളരെ അധ്വാനിച്ചിട്ടും കാലങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടും ചിലപ്പോൾ ആരും മുന്നോട്ട് വന്നില്ല എന്ന് വരാം. എന്നാൽ വല അവിടെ ഉണ്ട്. നാം വീശിയ വല, നാം എറിഞ്ഞ ആ സുവിശേഷം അവിടെ ഉണ്ട്. അതിനുള്ളിൽ ആ സുവിശേഷമാകുന്ന വലയിൽ ആൾക്കാരുണ്ട് എന്നുള്ള ബോധം നമുക്ക് മതി. അതുകൊണ്ട് നാം വീശുന്ന വലകളൊന്നും അത് വെറും നിരാശരായി പോകേണ്ട കാര്യമില്ല. ആ വലയ്ക്കുള്ളിൽ, സുവിശേഷത്തിൻ്റെ ഉള്ളിൽ കേട്ടവരെല്ലാം വലയ്ക്കുള്ളിൽ ഉള്ളവരാണ്. മത്തായി 22:10 ഈ കല്യാണ സദ്യക്ക് വിളിച്ച ഒരു ഉപമ പറയുന്നുണ്ട്. ഈ ഉപമയിൽ വിളിച്ചവരാരും വന്നില്ല, വിളിച്ചവരാരും കല്യാണത്തിന് വന്നില്ല. അപ്പോൾ ജോലിക്കാരെയൊക്കെ വിട്ടിട്ട് വഴിയിൽ കണ്ടവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആ കല്യാണ ഇതിൽ പങ്കെടുപ്പിച്ച് സദ്യക്ക് ഇരുത്തുകയാണ്. അപ്പോൾ എന്നാൽ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ നോക്കുമ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ചിലർ ആ കൂട്ടത്തിരിക്കുകയാണ്. കല്യാണ വസ്ത്രം ധരിക്കാത്ത ചിലർ ആ കൂട്ടത്തിരിക്കുക. അവരെ എന്താ ചെയ്തത്? അത് അവരെ അവിടെ നിന്ന് പിടിച്ച് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ അല്ലെങ്കിൽ വെളിയിലാക്കി കളഞ്ഞതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. അത് വെളിപ്പെടുന്ന ഒരു നാളുണ്ട്. ഇന്നൊരു പക്ഷേ നമുക്കതൊന്നും അറിയുവാനായിട്ട് കഴിയുകയില്ല.
സുവിശേഷം എന്ന വല കർത്താവിൻ്റെ വരവ് വരെയും നാം വീശിക്കൊണ്ടേയിരിക്കണം. ഈ സുവിശേഷം കർത്താവിൻ്റെ വരവ് വരെയും നാം ജീവനോടെ ആയിരിക്കുന്ന കാലം അല്ല, അതിന് നമ്മുടെ തലമുറകൾ അത് നിന്നു പോകാതെ കർത്താവിൻ്റെ വരവ് വരെയും വീശിക്കൊണ്ടിരിക്കണം. ഈ വല ഈ സംസാര സാഗരത്തിൽ ഇറക്കി പാപത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ക്രിസ്തുവിലേക്ക് ആനയിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു മഹത്തായ ശുശ്രൂഷയാണ്, ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ്. അതിൽ ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ സർവ്വലോകത്തെയും നേടുന്നതിനേക്കാൾ വിലയേറിയ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഒരു മനുഷ്യൻ്റെ വില എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും വലുതാണ്. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ ഇത് വളരെ ശുഷ്കാന്തിയോടുകൂടെ, വളരെ ഭാരത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. ഓരോ വ്യക്തിയുടെയും, കുടുംബത്തിൻ്റെയും, സമൂഹത്തിൻ്റെയും, സഭയുടെയും പ്രധാന കർത്തവ്യമാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഇത് തന്നെയാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഈ വലയ്ക്കുള്ളിൽ ഇപ്രകാരം നാം സുവിശേഷമാകുന്ന വല വീശുമ്പോൾ നല്ലതും തീയതുമൊക്കെ വരും. എന്നാൽ അത് വെളിപ്പെടുന്ന ഒരു കാര്യം, ഒരു ദിവസമുണ്ട് എന്നുള്ളത് കാര്യം മാത്രം നാം മനസ്സിലാക്കിയാൽ മതി. ആരൊക്കെ ഈ വലയിൽ പെട്ടു, ആരൊക്കെയാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലതകളൊന്നും വേണ്ട. എന്നാൽ ഈ സുവിശേഷമാകുന്ന വല ലോകത്തിലേക്ക് വീശിക്കൊണ്ടിരിക്കണം, അതിലേക്ക് ആൾക്കാർ ആനയിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വല ഇങ്ങനെ വീശി ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഇനി ഇത് വലിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ വല ഇങ്ങോട്ട് വലിക്കുന്ന ഒരു ദിവസം, ആ സമയം ഏതാണ്ട് അടുത്തു വരികയാണ്. വല വലിക്കുവാനായിട്ട്, വല വലിക്കുന്നത് ഇവിടെ ഈ ഉപമയിൽ വല വലിക്കുന്നത് നമ്മളൊന്നുമല്ല, വീശിയവരല്ല വല വലിക്കുന്നത്. വല വലിക്കുന്നത് അവിടെ പറഞ്ഞപ്പോൾ അവിടെ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ല പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, എറിഞ്ഞു കളഞ്ഞു. ലോകാവസാനത്തിൽ സംഭവിക്കുന്നുണ്ട്, ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും എന്നൊരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോഴാണ് ഈ വല വീശുവാനുള്ള സമയം. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ഇത് ദൈവത്തിൻ്റെ പ്രസാദ വർഷം നിറഞ്ഞു നിൽക്കുന്ന കാലയളവാണ്. ഇത് കൃപായുഗമാണ്. ഇത് എന്നെന്നും ഇങ്ങനെ തുടരുകയില്ല. ഈ കൃപായുഗം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദ വർഷം അവസാനിക്കുവാനായിട്ട് പോവുകയാണ്. ഈ വലയെ ഈ സംസാര സാഗരത്തിൽ നിന്നും ദൈവം വലിച്ചെടുക്കുന്ന ആ പ്രവർത്തനം എത്രയും വേഗം നടക്കുവാനായിട്ട് പോവുകയാണ്. സഭാപ്രസംഗി 3:1 നാം വായിക്കുന്നുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ദൈവം നിശ്ചയിക്കപ്പെട്ട സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത്, ദൈവം അതിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവിൽ ഈ വല തക്ക സമയത്ത് അത് വലിക്കും, അത് നിർവഹിക്കും. മത്തായി 13:48 അവിടെ വായിക്കുന്നത്, നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയിൽ കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. ഈ ഉപമ പറയുമ്പോൾ അതിനെ എല്ലാം അങ്ങനെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുകയില്ല. അവിടെ എന്തു കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ എടുക്കേണ്ടത്. സാധാരണ മീൻപിടുത്തക്കാർ ചെയ്യുന്ന ജോലിയാണിത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പൊരുളിൽ എന്തു സംഭവിക്കുന്നു എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. യേശു കർത്താവിൻ്റെ നേതൃത്വത്തിലാണിത് നടക്കുന്നത്. ദൂതന്മാരാണ് വേർതിരിക്കുന്ന ജോലി നിർവഹിക്കുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. കർത്താവ് നൽകുന്ന ആജ്ഞ അനുസരിച്ച് ദൂതന്മാർ നിർവഹിക്കുകയാണ്. ദുഷ്ടന്മാരെയും നല്ലവരെയും അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെയും അല്ലാത്തവരെയും വേർതിരിക്കുന്ന ഒരു ദിവസം സംജാതമാകുവാനായിട്ട് പോവുകയാണ്. ഈ വല ഇങ്ങനെ വെള്ളത്തിൽ ആയിരിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മീനുകൾ, മത്സ്യങ്ങൾ എത്രത്തോളം നല്ലതാണ്, അത് തീയാത്ത കൊള്ളാത്ത മീനുകൾ എത്രയാണെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇത് വലിച്ച് അത് ഇങ്ങനെ കരയിലേക്ക് കയറ്റുമ്പോൾ, അതിനെ വേർതിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതെല്ലാം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ വലവലിക്കുവാനുള്ള കാലം അടുത്തു വരുന്നു എന്നുള്ള ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നല്ലതും തീയതും ഒരുമിച്ചായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ ഈ നല്ലതും തീയതും ഒരുമിച്ചായിരിക്കുന്ന ഈ അവസ്ഥ എന്നെന്നും തുടരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ അനുവദിക്കുകയുമില്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കുക, ഇന്ന്
ഇങ്ങനെയുള്ള കൂട്ടത്തിൽ ഈ വലയ്ക്കുള്ളിൽ എല്ലാമുണ്ട്, നല്ലതുണ്ട്, തീയതുമുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുമുണ്ട്, രക്ഷിക്കപ്പെട്ടവരുമുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വന്ന് രക്ഷിക്കപ്പെടാത്തവരായിട്ടുള്ളവർ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാവകാശ വരവോടുകൂടെ ഈ സുവിശേഷം എന്ന വല വലിക്കും, രക്ഷിക്കപ്പെട്ടവരെ തൻ്റെ സന്നിധിയിൽ ചേർക്കും. എന്നാൽ മറ്റുള്ളവരെല്ലാവരും കൈവിടപ്പെടും. തുടർന്നുള്ള 7 വർഷം എന്ന് പറയുന്നത് മഹാപീഡന കാലമാണ്. ഇസ്രായേലിനെ ന്യായവിധിയിലൂടെ കടത്തിവിടുന്ന ഒരു പ്രത്യേക കാലയളവാണ് മഹാപീഡന കാലം, 7 വർഷം. അത് അവിടെ ആദ്യം ഒരു തിരിപ്പുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിങ്കൽ നല്ലത് എടുത്തുകൊള്ളപ്പെടുകയും തീയതിനെയൊക്കെ കൈവിടപ്പെടുകയും ചെയ്യും. മത്തായി എഴുതിയ സുവിശേഷം 25:32 വായിക്കുന്നുണ്ട്, സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തിരിക്കുന്നത് പോലെ വേർതിരിക്കും. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവൻ 1000 ഞാൻ യൂദയുടെ ലേഖനം ഹാനോക്കിന്റെ പ്രവചനം പഠിപ്പിച്ചപ്പോൾ അവിടെ പറഞ്ഞതാണ്, 1000 വിശുദ്ധന്മാരോടുകൂടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാലയളവുണ്ട്. മഹാപീഡന കാലഘട്ടത്തിന് ശേഷം അവിടെയും ഒരു വേർതിരിക്കൽ അവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ ഒരു വേർതിരിക്കലുണ്ട്. നല്ലതിനെ എടുത്തുകൊള്ളപ്പെടുകയും തീയതിനെ കളയുകയും ചെയ്യുന്ന ഒരു വേർതിരിക്കൽ അവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞതിന് ശേഷം മഹാപീഡനത്തിന്റെ അവസാനത്തിൽ 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ രണ്ടായി വേർതിരിക്കുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് കാണുന്നത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കാത്തവരും അതുപോലെ അവൻ്റെ ബിംബത്തെ നമസ്കരിക്കാത്തവരുമായ ഒരു കൂട്ടം, അങ്ങനെ ശിരസ് ഛേദിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ശിരസ് ഛേദിക്കപ്പെട്ടവർ അവ കർത്താവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയിൽ ആ ശിരസ് ഛേദിക്കപ്പെട്ട് മരിച്ചു പോയവർ, കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവർ, അന്ത്യം അവസാനത്തോളം സഹിച്ചു നിന്ന ആ കൂട്ടത്തെ ഉയർപ്പിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ഒരു ഭാഗവും അവിടെ കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചാൽ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെയും ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു വേർതിരിക്കൽ നമുക്ക് അവിടെയും കാണുവാനായിട്ട് കഴിയും. അങ്ങനെ വേർതിരിക്കുന്നതിൽ ഒരു കൂട്ടം നിത്യനാശത്തിനായിട്ട് കൈവിടപ്പെടുകയാണ്. ഈ ഉപമയിലെ ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് ലോക അവസാനം എന്നുള്ളത്. ലോക അവസാനം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ്, അവിടെ ഒരു വേർതിരിക്കൽ ശുശ്രൂഷ, ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവരെ ഇവിടെ നിന്ന് മാറ്റുകയും അല്ലാത്തവരെ കൈവിടപ്പെടുകയും ചെയ്യുന്നത്. മഹത്വ പ്രത്യക്ഷതയിൽ അവിടെയും ഒരു വേർതിരിക്കലുണ്ട്. ജാതികളായവരെയും മറ്റും വേർതിരിക്കുന്ന ഒരു പ്രത്യേക ഒരു കാര്യം നമുക്ക് മഹത്വ പ്രത്യക്ഷതയുടെ അവസാനവും ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന ഒരു ശുശ്രൂഷ അവിടെയും കാണും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലോക അവസാനം, മത്തായി ഈ ഉപമയിൽ 13-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയിലും നമ്മൾ ഇത് കണ്ടതാണ്. ദുഷ്ടൻ്റെ പുത്രന്മാർ വിതച്ചത് അത് പിശാചാണ്. അത് കൊയ്ത് ലോകാവസാനത്തിൽ അത് കൂട്ടിച്ചേർത്ത് കളയെ വേർതിരിച്ച് തീച്ചുളയിൽ ഇടുന്ന ഒരു കാലയളവ്. ഈ ലോകാവസാനത്തിലെ ന്യായവിധി എന്നത് വെള്ളസിംഹാസനത്തിന് മുമ്പിലുള്ള ന്യായവിധിയാണ്. ലോക അവസാനത്തിലെ ന്യായവിധി എന്ന് പറയുന്നത് വെള്ളസിംഹാസനത്തിന് മുമ്പിലുള്ള ന്യായവിധി. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 20-ാം അധ്യായത്തിൽ തന്നെയാണ് ആ കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ന്യായവിധികളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഹാനോക്കിൻ്റെ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. പല ന്യായവിധികളുണ്ട്. അതിൽ പ്രധാനമായിട്ടും 4 ന്യായവിധികളെക്കുറിച്ച് നമുക്ക് എടുത്ത് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനത്തെ മധ്യാകാശത്തിൽ എടുത്തതിന് ശേഷം അവിടെ ഒരു ന്യായവിധി എന്ന് പറയാൻ പറ്റില്ല, ഒരു ന്യായവിസ്താരമുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മുടെ പ്രവർത്തികളെ ശോധന ചെയ്യുന്ന, ന്യായവിസ്താരം ചെയ്യുന്ന ഒരു ശുശ്രൂഷ, ഒരു കാര്യം അവിടെ മധ്യാകാശത്തിലുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനം അവിടെ വെച്ചാണ്
നമ്മുടെ പ്രവർത്തികൾക്ക് അടുത്ത പ്രതിഫലങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ചിലർ രക്ഷിക്കപ്പെടും അവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലം പ്രാപിക്കാതെ, അതായത് പൊന്ന് മുതലായ വസ്തുക്കൾ കൊണ്ട് ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തികൾ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ യഥാർത്ഥമായി ആത്മാർത്ഥമായി ചെയ്ത പ്രവർത്തികളൊക്കെയും നിലനിൽക്കും. അല്ലാത്തതൊക്കെ നശിച്ചു പോകും. മരം, പുല്ല്, വൈക്കോൽ ഇവ വെന്തു പോകുന്നത് പോലെ നശിച്ചു പോകും. എന്നിട്ട് അവിടെ വായിക്കുന്നുണ്ട്, അവനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടി എന്ന പോലെ അത്രേ. അങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പല പ്രവർത്തികളൊക്കെ ചെയ്തു എന്നുള്ള ആ അഭിമാനത്തിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ശോധന ചെയ്യുമ്പോൾ അതൊക്കെ വെന്തുപോകുന്ന അവസ്ഥയിലാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് അല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അതൊക്കെ വെന്തുപോകും. എന്നാൽ അവനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടി എന്ന പോലെ അത്രേ. തീയിൽ കൂടി എന്ന പോലെ അത്രേ. അവൻ്റെ തേജസ് ഇല്ലാത്ത, പ്രതിഫലങ്ങളാകുന്ന തേജസ് ഇല്ലാത്ത ഒരവസ്ഥ അവിടെയും ഉണ്ടാകുവാനായിട്ട് കഴിയും. അത് ഒരു പ്രത്യേകത്തിൽ ന്യായവിസ്താരമാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ജാതികളുടെ ഒരു ന്യായവിധി ഉണ്ട്. മത്തായി സുവിശേഷം 25:32-40 വാക്യങ്ങളിൽ തേജസ്സിൻ്റെ സിംഹാസനം, അതിനു മുമ്പിലുള്ള ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് മഹാപീഡന കാലഘട്ടത്തിൽ തന്നെ ഒരു ന്യായവിധിയാണ്. അത് ഇസ്രായേൽ മക്കളുടെ ന്യായവിധിയാണ്. ഇസ്രായേൽ മക്കളെ ന്യായവിധിയിലൂടെ കടത്തിവിടുന്ന ഒരു രംഗമാണ് മഹാപീഡന കാലം എന്ന് പറയുന്നത്. മത്തായി യോഹന്നാൻ സുവിശേഷം യെഹെസ്കേലിൻ്റെ പ്രവചനം 20:30 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട് പ്രവചനാത്മാവിൽ. അത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അന്ത്യന്യായ വിധിയുണ്ട്. അതാണ് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. അത് വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ ഈ വെള്ളസിംഹാസനത്തിന് മുമ്പുള്ള ന്യായവിധി. ഇതിനെയാണ് ലോകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അവിടെ വെള്ളസിംഹാസനം വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വെള്ളസിംഹാസനം വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു പ്രയോഗമുണ്ട്. എന്താ? ആകാശവും അവൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി, ഭൂമിയും പോയി. ഭൂമിയും ഇല്ല, ആകാശവുമില്ല. ഈ സിംഹാസനം പിന്നെ എവിടെയാണ് വച്ചിരിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ. എന്താ ചെറി? ആകാശവും ഇല്ല, ഭൂമിയും ഇല്ല. ഈ വെള്ളസിംഹാസനം പിന്നെ എവിടെയാ നിർത്തിയിരിക്കുന്നത്? എവിടെയാണ് ഈ വെള്ളസിംഹാസനം വച്ചിരിക്കുന്നത്? കാലത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ ലോകത്തെയൊക്കെ നീക്കിയതിന് ശേഷം, ആ ആകാശത്തെയും ഈ കാണുന്ന ഭൂമിയെയൊക്കെ നീക്കിയതിന് ശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു, അതാണ് ലോക അവസാനം എന്ന് പറയുന്നത്. ആ സിംഹാസനം വയ്ക്കുന്നത് ശൂന്യതയിലാണ്. ആ ശൂന്യതയിലാണ് മരിച്ചവർ ആബാലവൃത്തം അവിടെ കൂടി വരുന്നത്. അവിടെ കൂടി വരുന്നു. പുസ്തകങ്ങൾ തുറന്നു. പലതരത്തിലുള്ള പുസ്തകങ്ങൾ അവിടെ തുറക്കപ്പെടുന്നുണ്ട്. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും അവിടെ തുറന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതാണ് അവസാനത്തെ വേർതിരിക്കൽ എന്ന് പറയുന്നത്. അതാണ് ലോക അവസാനം. അതുവരെയുള്ളതൊന്നും ലോക അവസാനമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവെന്ന് പറയുന്നത് ലോകാവസാനമല്ല. മഹാപീഡനത്തിൻ്റെ അവസാനം, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് ലോകാവസാനമല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ശൂന്യതയിൽ സിംഹാസനം വയ്ക്കുന്ന, വെള്ളസിംഹാസനം വയ്ക്കുന്ന ആ ആകാശവും ഭൂമിയും ഒക്കെ ഓടിപ്പോയതിന് ശേഷം അവിടെ വയ്ക്കുന്ന സിംഹാസനത്തിന് മുമ്പിലുള്ള ആ ന്യായവിധി, അതാണ് ലോക അവസാനത്തിലെ ന്യായവിധി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. നല്ലതിനെ പാത്രങ്ങളിൽ കൂട്ടിവയ്ക്കും. നല്ലതെന്ന് പറയുന്നത് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ചാണ് നല്ലതെന്ന് പറയുന്നത്. ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മശിഹ രാജ്യത്തിൻ്റെ സ്ഥാപനം. ഈ മശിഹ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പ് തന്നെ വേർതിരിക്കലുണ്ടെന്നുള്ള സത്യം ശിഷ്യന്മാരെ പഠിപ്പിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ട്. 13-ാം അധ്യായൻ്റെ 59-ാമത്തെ വാക്യത്തിൽ ഇവിടെ ചോദിക്കുന്നു, അപ്പോൾ ഈ ന്യായവിധി, ഇത്തരത്തിലുള്ളൊരു വേർതിരിക്കൽ ഉണ്ടാകുന്നത് ലോകാവസാനത്തിൽ മാത്രം. അതിനു മുമ്പ് പല വേർതിരിക്കലുകളും ഉണ്ടാകും. എന്നാൽ ഇന്ന് ഈ ആകാത്ത മീനും ഒക്കെ നമ്മുടെ കൂടെ ഒരുപക്ഷെ ഉണ്ടാകും. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. കാലങ്ങൾ അതിനെ പലപ്പോഴും വെളിപ്പെടുത്തി നമുക്ക് തരാറുണ്ട്. എന്നാൽ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എപ്പോഴും മാത്രമാണ്? കർത്താവിൻ്റെ ഈ വേർതിരിക്കൽ സമയത്ത്, രണ്ടായിട്ട് നല്ലതും തീയതും വേർതിരിക്കുന്ന സമയത്തിൽ മാത്രമാണ് ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെടുകയുള്ളൂ.
അല്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ടാകും. നമുക്കറിയാം അങ്ങനെയുള്ള ചിലരെ കുറിച്ചൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നതും എന്നാൽ വേർപെട്ട് പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്ക് മറ്റു സഭകളിലേക്ക് പോയ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ നമ്മുടെ വിശ്വാസ ലോകം തന്നെ വിട്ട് കള്ളലോകത്തിലേക്ക് യഹോവ സാക്ഷികളുടെ കൂട്ടത്ത് പോയ പലരെയും എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അല്ല, ക്രിസ്ത്യാനികളായി അപ്പം നുറുക്കി കൂടി വന്ന് അപ്പം എടുത്തുകൊടുത്ത ചിലർ തന്നെ മുസ്ലിം മതം സ്വീകരിച്ച് അതിലേക്ക് പോയത് പലരുമുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പലരുമുണ്ട്. നമുക്കൊരു പക്ഷേ ഇപ്പോൾ അത് തിരിച്ചറിയുവാനായിട്ട് കഴിയില്ല. ഇതെല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പ്രിയമുള്ളവരെ, വളരെ ഭയത്തോടുകൂടെ വളരെ ഭക്തിയോടുകൂടെ ഈ ക്രിസ്തീയ ജീവിതം നാം നയിക്കേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ പാപബോധമുണ്ടാകാതെ, മാനസാന്തരപ്പെടാതെ, പശ്ചാത്തപിക്കാതെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ വലയ്ക്കുള്ളിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കൈവിടുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കർത്താവ് പുറന്തള്ളുന്ന, പറക്കി ആ മീനുകളെ മണൽപ്പുറത്തേക്ക്, ചൂട് പിടിച്ചു കിടക്കുന്ന മണലിലേക്ക് എറിഞ്ഞു കളയുന്ന, അവിടെ കിടന്ന് പിടയ്ക്കുന്ന അനുഭവം അന്നാണ് ആ രക്ഷിക്കപ്പെടാതെ തുടർന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുഭവപ്പെടുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, യഥാർത്ഥത്തിലുള്ള രക്ഷ എന്ന് പറയുന്നത് പാപബോധമുണ്ടായി പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലിമരണത്തെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് കർത്താവിനെ രക്ഷിതാവുമായിട്ട് ഹൃദയങ്ങളിൽ വാഴിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല മീനുകൾ. അല്ലാത്തവരെയൊക്കെ കൈവിടപ്പെടും എന്നുള്ള വസ്തുത നമ്മൾ മിസ്കരിക്കാനായിട്ട് പാടില്ല. ഇനി എൻ്റെ അവസാനത്തെ ഭാഗത്തേക്കൂടെ ഞാൻ സമയക്കുറവാണെങ്കിൽ പെട്ടെന്നൊന്ന് കടന്നു പോകട്ടെ. 51-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെല്ലാം ഗ്രഹിച്ചുവോ? ആരാണ് യഥാർത്ഥത്തിലുള്ളവരെന്നും അല്ലാത്തവരെന്നും നിങ്ങൾ ഗ്രഹിക്കണം. ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ? എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിക്കണം, ഈ ഉപമകളൊക്കെ ഗ്രഹിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതവരോട് പറയണം. 52-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന്, ശ്രദ്ധിച്ച് കേൾക്കണേ, പലരും അശ്രദ്ധരായിട്ടിരിക്കുന്നുണ്ട്, ഇത് വല്ലാത്ത വിഷയമായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും, ആ ഒരു പ്രയോഗം എന്നെ വല്ലാതെ പിടിച്ച് നിർത്തിയൊരു പ്രയോഗമാണ്. ഏത് മനുഷ്യനുമെന്നല്ല, ഏത് ശാസ്ത്രിയും, അതിന് പ്രത്യേകതയുണ്ട്. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് വലിയവനായാലും, ഏത് ഉന്നതനായാലും, നീ എത്ര തലപ്പത്തിരിക്കുന്നവനായാലും, നീ ആത്മീകമായി ഔന്നിത്യം പ്രാപിച്ചവനാണ്, ആത്മീകമായി ഉന്നതനാണെന്ന് നീ നിന്നെ തന്നെ കുറിച്ച് അഹങ്കരിക്കുന്നവനായാലും, എനിക്ക് വചന പാണ്ഡിത്യമുണ്ട്, എനിക്ക് വചനത്തിൽ നല്ല പ്രാവീണ്യമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ സുവിശേഷം അറിയിക്കുന്നുണ്ട് എന്ന് കരുതിയിരിക്കുന്ന ഏത് ശാസ്ത്രിയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്ന വീട്ട് ഉടയവനോട് സാദൃശ്യം. സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്ന, ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും എന്ന് പറഞ്ഞ ശാസ്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മാത്രം പോരാ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുള്ള വാക്യമുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അറിഞ്ഞാൽ പോരാ, നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടക്കേണ്ടത്. ഇത് ദുഷ്കാലമാണ്, അതുകൊണ്ട് നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെയാണെന്നാണ് റെഫറൻസ് ഉള്ളത്. നിങ്ങൾ ജ്ഞാനികളായിരിക്കണം, അജ്ഞാനികളായിട്ട് നടക്കാനായിട്ട് പാടില്ല. ജ്ഞാനികളായി നിങ്ങൾ, ഇത് ദുഷ്കാലമാണ്, അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സഭാപ്രസംഗിൽ പറയുന്നുണ്ട്, നാളെ ഈ ലോകത്തിൽ എന്തനർത്ഥം സംഭവിക്കും എന്നുള്ളത് നാം അറിയുന്നില്ലല്ലോ. നാളെ എന്തു സംഭവിക്കും, എൻ്റെ ജീവിതത്തിൽ എന്തു സംഭവിക്കും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തു സംഭവിക്കും, ഈ ലോകത്തിന് എന്തു സംഭവിക്കും, ഈ ദേശത്തിന് എന്തു സംഭവിക്കും, ഇന്ത്യ മഹാരാജ്യത്തിന് എന്തു സംഭവിക്കും എന്നുള്ളത് നമുക്കറിയുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പഴയതും പുതിയതും ഒക്കെ എടുത്ത് കൊടുക്കണം. ഇത് വച്ച് കൂട്ടി വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല. കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ പോരാ, അത് ഗ്രഹിക്കണം. അത് മനസ്സിലാകാത്തത് ശരിയായി മനസ്സിലാക്കണം.
സംശയ നിവാരണം മനസ്സിലാക്കണം, അത് ശരിയായി പഠിക്കണം. അത് മാത്രമല്ല, അത് പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണമെന്നുള്ളതാണ്. എടുത്ത് കൊടുക്കണം. പഴയതും പുതിയതുമായ എല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച അവസാനത്തെ ദൗത്യം ഇതാണ്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, ഞാൻ പല പ്രാവശ്യം കൂടെ ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഉപദേശിക്കണം, പുറപ്പെടണം, സുവിശേഷം എന്ന വല വീശണം. പോരാ, അതുമാത്രം പോരാ, അവരെ സ്നാനപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും ഉപദേശിക്കണം, അത് പ്രമാണിക്കണം. പഴയതും പുതിയതുമായ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കേണ്ട ദിവസങ്ങളാണിത്. ഇതൊക്കെ കൂട്ടിവെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പഴയതും പുതിയതും, വചനപരമായ അറിവ് എന്ന് പറയുന്നത് അത് കൂട്ടിവെച്ചു കൊണ്ടിരുന്നത് കൊണ്ട്, തലയിലോ അത് കുറേ പുസ്തകത്തിലോ അല്ലെങ്കിൽ എഴുതി നോട്ടാക്കി വെച്ചത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അത് പറയണം, അത് ഷെയർ ചെയ്യണം. തിമോത്തിയോസ് എഴുതിയ ലേഖനം 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ. നാം പലപ്പോഴും ചിന്തിക്കുന്നതാണ്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും. അതുകൊണ്ട് ആ വചനം കൊണ്ട് നാം ഉപദേശിക്കണം, ശാസിക്കേണ്ടത് ശാസിക്കണം, ഗുണീകരിക്കേണ്ടടുത്ത് ഗുണീകരിക്കണം, നീതിയിലെ അഭ്യാസനത്തിനായിട്ട് അതെടുത്ത് പ്രയോഗിക്കണം. ഇതിനൊക്കെ പ്രയോജനമുള്ളതാ. അതിൽ നിലനിൽക്കാൻ മാത്രം പോരാ, അത് നമ്മൾ ശാസിക്കുകയും ഉപദേശിക്കുകയും നീതിയുടെ അഭ്യസനത്തിനായിട്ട് അത് പ്രയോഗിക്കുകയും ചെയ്യണം. മർക്കോസ് എഴുതിയ സുവിശേഷം 16:15 കർത്താവ് പറഞ്ഞതും ഇത് തന്നെയാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുവേൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എനിക്ക് വചനപാണ്ഡിത്യമുണ്ട്, ഞാൻ ബൈബിൾ ഇത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞാൻ ധാരാളം വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചവനാണെന്ന് പറഞ്ഞ് അതിൽ തന്നെ ആത്മാഭിമാനം പൂണ്ട് ഇരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ശിഷ്യന്മാരെ എന്നാണ് ശിഷ്യന്മാരോട് പറയുന്നത്. നിങ്ങളിത് വിളമ്പണം, ഇത് ഷെയർ ചെയ്യണം. അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകണം. നമുക്ക് എത്രത്തോളം കഴിയുമോ അത്രത്തോളം സാക്ഷികൾ ആകണം. ജീവിതത്തിൽ കൊണ്ടുള്ള സാക്ഷ്യവും വചനം വിതയ്ക്കുന്ന സാക്ഷ്യവും സുവിശേഷം അറിയിക്കുന്ന സാക്ഷ്യത്തിനും പങ്കാളിയാകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതൊക്കെ വച്ചു കൂട്ടി ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തുല്യമാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. ഇത് നിരപ്പിൻ്റെ വചനമാണ്. ഇത് നിരപ്പിൻ്റെ വചനം എന്ന് അവിടെ പറയുന്നുണ്ട്. അത് നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുകയാ. ഈ വചനം നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാ. നമ്മുടെ ഭാഷയിൽ നമുക്ക് വായിക്കാൻ ഗ്രഹിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഇത് നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇതെന്ത് ചെയ്യണം? നിരപ്പിൻ്റെ വചനമാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു തിരുവചനം. അതുകൊണ്ട് ഇത് വച്ച് വായിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ വായിക്കണം, ഗ്രഹിക്കണം. പക്ഷെ അത് പോരാ, ഇറങ്ങണം, വചനവുമായിട്ട് ഇറങ്ങണം, വചനവും ഷെയർ ചെയ്യണം, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കണം. അത് പഴയതും പുതിയതും വേണം, ഓൾഡ് ആൻഡ് ന്യൂ. ഈ വചനത്തിൽ 2ആയിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. ഇത് ആരെ തിരിച്ച്? മനുഷ്യരല്ലേ സാറേ? പഴയതൊന്നും പുതിയതും തിരിച്ചത് മനുഷ്യരാ, ദൈവമല്ല അങ്ങനെ തിരിച്ചിരിക്കുന്നത്. മനുഷ്യൻ ആത്മനിയോഗത്തിലായിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാര്യങ്ങളെ പുതിയ നിയമം എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുക. പക്ഷേ ദൈവം കർത്താവായ യേശു ക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിക്കാനാണ്, നിവർത്തിപ്പാനാണ്.
മാത്രമല്ല കർത്താവ് ഇവിടെ പറയുകയാണ്, പഴയതും പുതിയതും ഇതിലെ ഒരു ഭാഗത്തെ മാറ്റിവെച്ച് മറ്റൊരു ഭാഗത്തെ മാത്രം പിന്തുടരേണ്ടവരല്ല ദൈവമക്കൾ. പഴയതിനെയും പുതിയതിനെയും ഒക്കെ ഒരുപോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഈ തിരുവെഴുത്തുകളെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണ പുസ്തകങ്ങളെക്കുറിച്ചാണ്, പഴയ നിയമത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് നമുക്ക് ഉപദേശത്തിനാ. ഈ തിരുവെഴുത്തുകൾ അത് നമുക്ക് സ്ഥിരത ഉണ്ടാക്കുവാനാണ്, നമുക്ക് ആശ്വാസം ഉണ്ടാകുവാനാണ്, പ്രത്യാശ ഉണ്ടാകുവാനാണ്. അപ്പോൾ ഈ മുൻപെഴുതിയിരിക്കുന്ന പഴയതും അതെല്ലാം ദൈവശാസ്ത്രീയമാണ്. പഴയ നിയമത്തെ നമ്മൾ തള്ളിക്കളയുവാനായിട്ട് പാടില്ല. പഴയതും പ്രാധാന്യം കൊടുക്കണം, പുതിയതിനും പ്രാധാന്യം കൊടുക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10:11, ദൃഷ്ടാന്തത്തിനായി സംഭവിച്ചു, ബുദ്ധിപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. ഈ ബൈബിളിനെ നിക്ഷേപങ്ങളായിട്ട് നമ്മൾ കാണണം, നിക്ഷേപങ്ങളായിട്ട് കാണണം. പ്രിയമുള്ളവരെ, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് നിക്ഷേപങ്ങളായിട്ട് തന്നിരിക്കുന്നു. ഇത് വചനത്തെക്കുറിച്ച്, വചനം എൻ്റെ ഉപനിധി എന്ന് പൗലൂസ് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിക്കേണ്ട നിധിയെക്കുറിച്ചും അതുപോലെ തന്നെ മുത്തിനെക്കുറിച്ചും 2 ഉപമകളുണ്ട്. ഈ നിധിയും മുത്തും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ്. നിധി എന്ന് പറയുന്നത് വ്യക്തിപരമായി നമ്മെ കർത്താവായ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത് അവൻ്റെ നിക്ഷേപമാക്കി മാറ്റിയിരിക്കുക. മുത്തെന്ന് പറയുന്നത് സഭയാണ്, അവൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാണ് മുത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ നിക്ഷേപമായി, നിധിയായി, മുത്തായി എടുത്തിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളത് നിക്ഷേപമായി കരുതിക്കൊണ്ട് അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം ഞാൻ നിർത്തിക്കൊള്ളാം. കർത്താവ് പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. ശിഷ്യന്മാരോട് ഇവിടെ ചോദിക്കുകയാണ്, ഇതെല്ലാം ഗ്രഹിച്ചുവോ? ഇതെല്ലാം ഗ്രഹിച്ചുവോ? ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, ഉവ്വ്. നമ്മളോടും കർത്താവെന്ന് ചോദിക്കുക, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, ഇന്ന് ശ്രവിച്ച ഈ ഉപമ, സകല മത്സ്യവും ഉൾക്കൊള്ളുന്ന വലയെക്കുറിച്ച് ഇന്ന് കേട്ടല്ലോ. ഇത് നാം ഗ്രഹിച്ചു. ഗ്രഹിച്ചെങ്കിൽ നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ വ്യക്തിയും, ഏതൊരു ഉപദേഷ്ടാവും ശിഷ്യനായിരിക്കണം. മാത്രമല്ല ഏതൊരു ശിഷ്യനും ഉപദേഷ്ടാവും ആയിരിക്കണം. അവർ വചനം പഠിപ്പിക്കണം. സ്വർഗരാജ്യത്തിനു വേണ്ടി വചനപ്രകാരം ജീവിക്കണം. അതുപോലെ പഠനത്തിനും ജീവിതത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും വെളിപ്പെടുത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലെങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, വചനം കേട്ട് ഇങ്ങനെ വായിച്ചിരിക്കുന്നത്, അത് പ്രമാണിക്കാതെ, അതെടുത്ത് കൊടുക്കാതെ, അത് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ ചതിക്കുകയാണ്. നമ്മൾ ചതിയന്മാരാ. ദൈവസന്നിധിയിൽ പലരും ചതിയന്മാരാ. ഇങ്ങനെ വായിച്ച് കൂട്ടി വെച്ചുകൊണ്ട് ഇരിക്കുകയല്ലേ. അതൊക്കെ ഒന്ന് വിതയ്ക്ക്. നല്ല ആ വിത്തിങ്ങനെ വിതയ്ക്കുന്നത് പോലെ, വചനം വിത്ത് എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ആദ്യത്തെ ഉപമയിൽ, അത് വിതയ്ക്കണം. അത് എവിടെ വീഴുന്നു എന്നുള്ളത് നമ്മൾ പ്രശ്നമാക്കണ്ട. ചിലത് വഴിയരികയായിരിക്കും വീഴുക, ചിലത് പാറസ്ഥലത്തായിരിക്കും, ചിലത് മുള്ളിൻ്റെ ഇടയിലായിരിക്കും. എന്നാൽ ചിലതെങ്കിലും നല്ല നിലത്ത് വീഴുമല്ലോ. അത് നമ്മുടെ കാര്യമല്ല. പ്രിയമുള്ളവരെ, വല വീശണം. അതിൽ പ്രവേശിക്കുന്ന നല്ലതാണോ തീയതാണോ നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യം ഇല്ല. അത് കർത്താവിന് വിട്ടുകൊടുക്കുക, അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത് ചെയ്യണം. വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായി ഇരിപ്പിൻ. ഇത് പ്രമാണിച്ചുകൊണ്ട്, ആഴമായി ഗ്രഹിച്ചുകൊണ്ട് ഈ വചനം ഈ സമ്മിശ്ര ലോകത്തിൽ നമുക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇത് ഓരോ ശിഷ്യൻ്റെയും ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം നാം ഓരോരുത്തരും എത്രത്തോളം വഹിക്കുന്നു, എത്രത്തോളം പാലിക്കുന്നു എന്നുള്ളത് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട കാര്യമാണ്. ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക, വല വലിക്കാൻ ഇനി അധികം സമയമൊന്നുമില്ല. ഈ സുവിശേഷമാകുന്ന വല
ഈ സംസാര സാഗരത്തിൽ നിന്നും ദൈവം ഇങ്ങനെ വലിക്കുവാനായിട്ട് തുടങ്ങുകയാ. വലിച്ചു കഴിഞ്ഞാൽ ഒരു വേർതിരിക്കൽ ഉണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, എൻ്റെ ഭാവി സുരക്ഷിതം എന്ന് പറഞ്ഞിവിടെ ഇരിക്കുവാനല്ല. നാം നേടിയ, നാം എത്രത്തോളം ഈ വല വീശിയിട്ടുണ്ട്, അതിലെന്തുമാത്രം മത്സ്യങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കെടുക്കുന്ന ഒരു ദിവസവുമുണ്ട്. പ്രിയമുള്ളവരെ, വേർതിരിക്കുമ്പോൾ നാം നല്ലതിൻ്റെ കൂട്ടത്തെല്ലാവരും ഉണ്ടാകണം എന്നുള്ളത് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അല്ലാത്തവർക്കൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ്, തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്കാണ് അത്ര. ഈ ലോകത്തിൽ നമ്മൾ വളരെ ഭയത്തോടുകൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എത്രത്തോളം നാം നിർവഹിക്കുന്നു, അതിനുവേണ്ടി എത്രത്തോളം ഉത്സാഹിക്കുന്നു എന്നുള്ളത് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട കാര്യമുണ്ട്. എം ഇ ചെറിയാൻ സാറ് പാടിയൊരു പാട്ടുണ്ട്, സൈസോർ എപ്പോഴും പാടുന്നതാണ്. എനിക്ക് അത്രത്തോളം അത് നല്ലതായിട്ട് പാടാനായിട്ട് അറിയില്ല. ഉലക ജനങ്ങൾ കലഹജലത്തിൽ മുഴുകി മുഴുവൻ, അല്ലേ? ഉലക ജനങ്ങൾ കലഹജലത്തിൽ മുഴുകി മുഴുവൻ. പിന്നെന്താ പറയുന്നത്? ദൈവചിന്താഹീനരായി തീർന്ന ജനത, അല്ലേ? ദൈവചിന്താഹീനരായി തീർന്ന ജനത അന്ധരായിട്ട് വലഞ്ഞിടുന്നു. അവരിലാണ് നമ്മൾ സുവിശേഷമാകുന്ന വല ഇങ്ങനെ വീശുന്നത്. വിശ്വാസികളെക്കുറിച്ചും അത്തരത്തിൽ പറയുന്നുണ്ട്, അല്ലേ? എൻ്റെ തുടക്കം എങ്ങനെയാണ് സുവിശേഷ? എന്നാണ് ഉദയം, ഇരുളാണ് ഉലകിൽ. കറക്റ്റ്. എന്നാണ് ഉദയം? അധികം താമസമില്ല, വല വലിക്കാനായിട്ട് പോവുകയാണ്. ഈ ഉലകത്തിലെ ജനങ്ങൾ കലഹജലത്തിൽ ഇങ്ങനെ മുഴുകിക്കിടക്കുകയാണ്. അവരെ അതിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് വേറെ ആരെയും ഇവിടെ വരമേൽപ്പിച്ചിട്ടില്ല. വേറെ ആർക്കും ആ ഉത്തരവാദിത്വം കൊടുത്തിട്ടില്ല. ദൂതന്മാരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നല്ലതായിട്ട് ഇത് നിർവഹിക്കുമായിരുന്നു. എന്നാൽ രക്ഷിച്ച, നമ്മളെ മുത്തുകളാക്കി, നമ്മളെ നിധികളാക്കി തെരഞ്ഞെടുത്ത നാം തന്നെ അത് നിർവഹിക്കണമെന്ന് ദൈവത്തിൻ്റെ ഹിതമാണ്. അത് നാം നിർവഹിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സഭയായിട്ട്, വ്യക്തികളായിട്ട് നമ്മൾ അതിനൂടെ ഒന്നുകൂടെ ജാഗരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇന്നിവിടെ വചനം സംസാരിക്കണമെന്നുള്ളത് അറിഞ്ഞപ്പോൾ പല കാര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. എന്നാൽ ആത്മാവ് കഴിഞ്ഞ രാത്രിയിൽ മാത്രമാണ് ഈ വചനം പറയണമെന്ന് എന്നോട് പറഞ്ഞത്. ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ വളരെ, എൻ്റെ കാര്യം തന്നെ നോക്കിയാൽ, സുവിശേഷത്തിൻ്റെ വയലിൽ അധ്വാനിപ്പാൻ, അവന് വേണ്ടി പോരാടുവാൻ, വഴിത്തലക്കിൽ നിന്നുകൊണ്ട് സുവിശേഷം വിളിച്ചു പറയുവാൻ, ട്രാക്റ്റുകളുമായി ബീച്ചുകളിലും കടകളിലും മറ്റു റോഡുകളിലെ നിരങ്ങളിലും ഒക്കെ പോയി ഈ സുവിശേഷത്തിൻ്റെ വയലുകൾ വിതയ്ക്കുവാനായിട്ട് വളരെയധികം ഞാനും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തു. ഇന്ന് എത്രത്തോളം അത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ എന്നെ തന്നെ പരിശോധിക്കുന്നു. ഇനി അധികം സമയമില്ല കേട്ടോ, വല വലിക്കുവാനായിട്ട് പോവുകയാണ്. ഒരുപക്ഷെ എന്നെ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് എടുക്കുമായിരിക്കും. അല്ലെങ്കിൽ കർത്താവ് വരും, ഈ വല, സുവിശേഷത്തിൻ്റെ വല അങ്ങ് വലിച്ചു കളയും. പിന്നെ ആരും സുവിശേഷം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നിട്ട് എൻ്റെ സഹോദരന്മാർ കുറേ പേർ അവിടെ കിടക്കുന്നു, കർത്താവേ അവരിങ്ങോട്ട് വന്നില്ല, അവരെടുത്ത് എനിക്ക് സുവിശേഷം പറയണമെന്ന് പറഞ്ഞാൽ ആ ധനവാൻ അവിടെ കിടന്ന് പറഞ്ഞില്ലേ, അവൻ നരകത്തിൽ കിടന്നാണ് പറഞ്ഞത്. നമ്മളൊരു പക്ഷേ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയും, അയ്യോ ഞാൻ ഇന്ന ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ഇല്ലല്ലോ, ഇന്ന ആൾക്കാരവിടെ കൂടെ ഇല്ലല്ലോ, ഞാൻ അവരോട് സുവിശേഷം പറയാത്തത് കൊണ്ടാണല്ലോ എന്ന് ദുഃഖിക്കേണ്ടി വരരുത്. സുവിശേഷം പറഞ്ഞിട്ടും അവർ വന്നില്ലെങ്കിൽ അത് നമ്മുടെ കാര്യമല്ല. എന്നാൽ ഇന്ന ആൾക്കാരോടത്ത് എനിക്ക് സുവിശേഷം പറയുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം അവിടെ വെച്ച് നമുക്കുണ്ടാകുവാനായിട്ട് പാടില്ല. ധനവാൻ നരകത്തിൽ കിടന്നാണ് പറഞ്ഞത്. എന്നാൽ ലാസറായിട്ട് നമ്മൾ ഒരുപക്ഷെ അവിടെ പോകുമായിരിക്കും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മോടൊപ്പം നിൽക്കേണ്ട പലരെയും അവിടെ കാണാതെ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ദുഃഖമുണ്ടാകില്ലേ? ആ ദുഃഖം തീർക്കേണ്ട സമയമാണ്. ഇതിൽ നിന്ന്, നിക്ഷേപ പാത്രങ്ങളിൽ നിന്ന്, ഈ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമായ കാര്യങ്ങളൊക്കെ എടുത്ത് വിതരണം ചെയ്യേണ്ട കാലമാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു തുടങ്ങിയത് വേറെ ആരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് നമ്മെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. അതിന് നമ്മൾ കാലതാമസം വരുത്താതെ പരമാവധി അതിനായിട്ട് നാം പ്രവർത്തിക്കാൻ, ഇത് എത്ര കാലം നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും എന്നറിയില്ല. നാളെ എന്തു സംഭവിക്കും, നാളെ എന്ത് അനർത്ഥം സംഭവിക്കും എന്ന് നാം അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ.
അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവേൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുവിൻ. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ അതിനായിട്ട് സമർപ്പിച്ച് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ട്, ദൈവവചനത്തിൻ്റെ പ്രസിദ്ധിക്കായിട്ട് നമുക്ക് വരും കാലങ്ങളിൽ ജീവിക്കാം. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.